ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്നൊരു പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഗോൾഫിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വളരെ നല്ലൊരു ഏരിയയാണ്. ഞങ്ങളങ്ങോട്ട് എൻട്രി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. അതുകൊണ്ട് നമ്മളങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ പോയിട്ടൊന്നുമില്ല. എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചിലവാകും. അതുകൊണ്ട് നമ്മളങ്ങനെ പോയിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിക്കണ എമൗണ്ടും അല്ല കേട്ടോ. ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു 10 മടങ്ങ് കൂടുതലാണ് അങ്ങോട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ, പക്ഷെ നമുക്കിവിടെ കാണാം, അതിൽ കയറാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. എത്ര നല്ല ഭംഗിയായിട്ട് അവർ ആ ഒരു ഗ്രൗണ്ടെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലേ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ ഈവനിങ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി നല്ല രീതിയിൽ കണ്ടോ, അവിടെ ആൾക്കാരൊക്കെ കളിക്കുന്ന, മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരെല്ലാം ഇത് കളിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കുറേ നേരം കണ്ടു നിന്ന് അവിടെ എല്ലാം ആസ്വദിച്ച്, ഇവിടെ ഒരു മുകളിലേക്കൊരു മലയാണ്. ഇവിടെ 2-3 റിസോർട്ട്സ് ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി റിസോർട്ട്സാണ്. കാരണം നല്ല ആംബിയൻസും അത്യാവശ്യം നമുക്ക് പോയി കഴിഞ്ഞ് നല്ലോണം ചില്ല് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസോർട്ട്സാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് ആയപ്പോൾ ആണ് ചെന്നത്. ഏകദേശം 1-2 മണിക്കൂറോളം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം റിട്ടേൺ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് കുറേ ഇതിനുള്ളിലും ചെറിയ ചെറിയ എന്താ പറയുക, മിനി ഹട്ട്സ് പോലത്തെയൊക്കെ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള റൂംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിർത്തിയിട്ട് കുറച്ചൊക്കെ അത് ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും എനിക്കത് കിട്ടിയില്ല. കാരണം ചെടികളുടെ ഇടയിൽ കൂടെ അവർ കുറച്ച് പ്രൈവസിയൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും കിട്ടിയത് പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ടിലൊക്കെ വെച്ച് മാരേജൊക്കെ നടത്തിയാൽ അതും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്ക് എടുക്കുക, ഇവിടെ കൂടെ നോക്കിയാൽ കാണാം പറ്റും നമുക്ക് എന്നും പറഞ്ഞിട്ട് അവിടെ നിർത്തിയതാണ് കാറൊന്ന്. പക്ഷെ അവിടെ അങ്ങനെ കാണാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോവാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെ വന്നാലും ശരി ഇന്നൊരു കോഫി പുറത്തുനിന്ന് കുടിക്കണം. അങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് കോഫി, ടീ, ആൽക്കഹോൾ അങ്ങനത്തെ ഒന്നും ആൾ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കണത് എൻ്റെ പ്രോബ്ലം ആണെന്നല്ല പറയണത്. ഞാൻ കഴിക്കുമ്പോൾ ആൾ പറയും ഹാബിറ്റ് നല്ലതല്ല, മാക്സിമം ഒന്ന് നിർത്താൻ നോക്കുമെന്ന് പറയും. അപ്പം ഞാൻ പറയും ഇന്നും കൂടെ ഒന്ന് മേടിച്ചിട്ടാ എന്ന് പറഞ്ഞ് എപ്പോഴും കൂട്ടിക്കൊണ്ട് പുറത്ത് പോകും. എന്നിട്ട് ഞാൻ കുടിക്കും. അടുത്ത പ്രാവശ്യം പറയുമ്പോഴും പുറത്ത് പോകുമ്പോഴും പറയും എനിക്കൊന്ന് കുടിക്കണം പ്ലീസ്, ഇന്നത്തോടെ ലാസ്റ്റാണെന്ന്. ഇതൊക്കെ ഈ റിസോർട്ട്സിൻ്റെ ഭാഗമാണ് കേട്ടോ. സൂപ്പർ ഏരിയയാണ്. ഈ റിസോർട്ടിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ഞാനവിടെ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഈ ഒരു ഭാഗം കേട്ടോ. ഇവിടെയാണ് മാരേജ് നടത്തേണ്ട ഒരു ഏരിയ. എന്ത് രസമാണല്ലോ, അവിടെ ട്രീസും. എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ തന്നെ നമ്മുടെ ഊട്ടിയിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനില്ലേ, ഏകദേശം സിമിലറാണ്. കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ എന്നോട് വെച്ച് മാരേജ് നടത്താം, നമുക്ക് ഭാവിയിൽ കുട്ടിയുടെ മാരേജ് ഇവിടെ വെച്ച് നടത്താം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. ഞങ്ങൾ നെക്സ്റ്റ് ടൈം ഇവിടെ വിചാരിക്കേണ്ടൊന്ന് വരണം എന്ന്. ജസ്റ്റ് ഒരു ഈവനിങ് എന്തെങ്കിലും ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു ബ്രഞ്ചോ ലഞ്ചിനോ അങ്ങനെ എന്തെങ്കിലും വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് അതൊക്കെ എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, ബട്ട് കുറച്ചുകൂടെ എക്സ്പെൻസീവായിട്ട് എനിക്ക് ഫീലായി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമുക്കിങ്ങനൊരു ഈവനിങ്ങൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോവാം. ഇതാണ് ഇവിടെയുള്ള ആ റിസോർട്ട്. മുകളിൽ വേറൊരു റിസോർട്ടുണ്ട്.
ആ റിസോർട്ടിൽ നമുക്ക് പോകാൻ കുഴപ്പമില്ല. പക്ഷേ ഗോൾഫിലേക്കുള്ള മെമ്പർഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഗോൾഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്പ്രെഡായിട്ട് കിടക്കണായിട്ട് ഇങ്ങനെ ഈ ഇവിടെയൊക്കെ കാണുന്ന ഗ്രീൻ പോലെ കാണുന്ന ആ ഒരു ഏരിയ എല്ലാം ഗോൾഫിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലേസാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മാരേജിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ നേരത്ത് അവിടെയൊക്കെ വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും എന്നറിയോ. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു അവിടെ ഒരു കണ്ടോ, ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ സെൻറ്ററിലൂടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. അവിടെ വെച്ചൊക്കെ ഒരു ഫോട്ടോ എടുത്താൽ എത്രയോ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല മെമ്മറീസിൽ ഒന്നാണ് അതൊക്കെ. കാരണം ഇങ്ങനത്തെ ഒരു സ്പോട്ട് കിട്ടില്ല. എനിക്ക് ഈ ഗ്രില്ലിൻ്റെ ഇങ്ങനെ ഈ വാൾസ് ഉള്ളതുകൊണ്ട് അധികം ക്ലിയറായിട്ട് വീഡിയോസൊന്നും ഷെയർ ചെയ്യാൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സൺസെറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നുണ്ടോ ഈ ഒരു ഏരിയ കാണാനായിട്ടും. പിന്നെ ഈവനിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ അത്ര കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ. പിന്നെ എപ്പോഴും ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ ആ ചായ സ്പോട്ട് ഇതാണ്. ഇവിടുത്തെ ഈ കോഫിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ആ കോഫി ഒന്നും പറയാനില്ല, അത്ര അടിപൊളി. അപ്പോൾ ഞങ്ങളുടെ വിശേഷം ഇതൊക്കെയാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൂടെയും ഷോർട്സിലൂടെയും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.